മുമ്പ് തലശ്ശേരിയിൽ കുറേ വർഷങ്ങളായിട്ട് ഗോളടിക്കുന്ന രീതിയിലാണ് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം അന്ന് നല്ലൊരു ഉദ്യോഗസ്ഥനെ എല്ലാവരും കൂടെ, എല്ലാ പാർട്ടിക്കാരും കൂടെ തീരുമാനിച്ചിരുന്നു നല്ലൊരു ഉദ്യോഗസ്ഥനെ അവിടെ ഇമ്പാർഷ്യലായിട്ട് നടപടി എടുത്തേ തീരുള്ളൂ. അതുപോലെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെ അവർ ആ ലോക്കലായിട്ടുള്ള നേതാക്കന്മാരെ അതിനകത്ത് പ്രതി ചേർക്കണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നതോടുകൂടി 3 വർഷം വളരെ കാമായിരുന്നു, തലശ്ശേരി വളരെ കാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലത്തെ അക്രമങ്ങൾ ആവർത്തിക്കാൻ ഇത്ര അഗ്രസീവായിട്ട് പോലീസിൻ്റെ നേരെ? സാധാരണ രീതിയിൽ നിയമത്തിനെ മാനിക്കുന്ന ആൾക്കാർ പോലീസിനെ ബഹുമാനിക്കും, ഒരു പരിധി വരെ ഭയം ഉണ്ടാവും. ഇതല്ല, ആക്രമികമാനോ അത് അനാവശ്യമായിട്ടുള്ളൊരു വിശ്വാസം അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ്. ആ വിശ്വാസം ജനിപ്പിക്കുന്ന ആർക്കാണ് ബാധിക്കുന്നത്? അത് ബാധിക്കുന്നത് വ്യവസ്ഥിതിയെ തന്നെയാണ് ബാധിക്കുന്നത്. അതിനെക്കുറിച്ച് ബോധവാന്മാരായില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന ജനങ്ങൾ ബോധവാന്മാരാകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ റീസെൻ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പോലീസിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് അവരുടെ ആത്മാഭിമാനത്തിനെ സ്പർശിക്കുന്ന രീതിയിൽ അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാൽ മാത്രമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്രൈവറും SIയും ഇരിക്കുന്ന ഒരു വണ്ടിയുടെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് ഏത് പാർട്ടി വേണമെങ്കിലും ആയിക്കോട്ടെ തകർക്കുക. ഇന്ന് കേരളത്തിൽ എവിടെ ഇത് ഏറ്റവും നാണക്കെട്ട ഒരു സംഗതിയല്ലേ അത് നമ്മുടെ സുപ്പീരിയർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സബോർഡിനേറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ആര് പ്രൊട്ടക്ട് ചെയ്യും? അപ്പോൾ ഈ ക്വാളിറ്റി ഉണ്ടാക്കേണ്ടത്, ക്വാളിറ്റി പോലീസിന് മാത്രം ഉണ്ടായാൽ പോരാ. പോലീസിങ്ങിൽ ക്വാളിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പോലീസിൽ മറ്റുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങളോ അമിതമായ ഇടപെടലുകളോ പാടില്ല, അമിതമായ ആത്മവിശ്വാസം പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, കിട്ടിയ അവസരം മുതലാക്കിയിട്ട് അടിക്കാനായിട്ട്, അവനവൻ്റെ കഴിവൊന്ന് പ്രകടിപ്പിക്കാനായിട്ട് ഞാൻ ഈ സംവിധാനത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്, അമിതമായിട്ടുള്ള ഒരു ഒരു വിധേയത്വം അതാണ് ആ പോലീസുകാർ കാണിച്ചത്. ഒരു കാരണവശാലും അത് നിയമവിധേയമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ കർശനമായിട്ട് അപ്പം നടപടി ഉണ്ടായിരുന്നെങ്കിൽ തുടർന്ന് അങ്ങോട്ടേക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ ഇതുപോലത്തെ പ്രഖ്യാപനങ്ങൾ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. അത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ അവർക്കും ആത്മാഭിമാനവും ഇതെല്ലാം ഉള്ളതാണ്. അവരെല്ലാം സംയമനം പാലിച്ച് കാര്യങ്ങൾ ചെയ്യുവർ. അതിനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ ആ ഇഷ്യൂവിൽ ഗൺമാനൊക്കെ ആക്രമിക്കുന്ന ഇഷ്യൂവിൽ ആദ്യമേ ലോക്കൽ പോലീസുകാർ വളരെ സംയമനത്തോടെ അവരെ പിടിച്ചു മാറ്റി അവിടെ വച്ചു. അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്താണ് ചെയ്യുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഗൗരവത്തോടുകൂടി ചെയ്തില്ലെങ്കിൽ ഇനിയും ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും നല്ല ഉദ്യോഗസ്ഥന്മാരുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കൊട്ടിഘോഷിക്കാണ്ട് ഇത്ര ഒരു നോർമലായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഈ ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ഒരു വഴി ഇതിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഒരു വഴി വിട്ടു പോകാനായിട്ടുള്ള കാരണം തന്നെ ഇതുപോലെ വഴി വിട്ട ഇടപെടലുകളാണ്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് കഴിവുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ചെയ്യാനറിയാം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കും, ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെന്ന്. പല സ്ഥലത്തും ഇത് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇൻഫോർമേഷൻ കൊടുക്കും. കാരണം ഇൻഫോർമേഷൻ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ഇന്ന സ്ഥലങ്ങളിൽ അവരുടെ ബ്ലാക്ക് ഫ്ലാഗ് ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവുന്നത്. അവിടെ തന്നെ നേരത്തെ തന്നെ പ്രിപ്പയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുണ്ടാവും. അവർ മുമ്പിൽ കയറി പ്രശ്നം ഉണ്ടാകാനായിട്ട് അവരെ പിടിച്ച് മാറ്റും. ഇതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഈ അസ്വാഭാവികതയാണ് ഇത്രയും മുഴുവൻ ആർഗ്യുമെൻറ്റ്സിന് വഴി തെളിച്ചതും അനാവശ്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം അക്രമം കാണിക്കുന്നവർക്കുണ്ടാക്കിയത്.